അതുമാത്രമല്ല അദ്ദേഹത്തിന് ലഭിച്ച മറ്റൊരു അനുകൂല ഘടകം ചെറുപ്പത്തിൽ തന്നെ പഠിക്കാനും ഇതിനൊക്കെ ലഭിച്ചതോടൊപ്പം എല്ലാ വിഷയങ്ങളിലുമുള്ള പ്രധാനപ്പെട്ട അന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരെ അദ്ദേഹത്തിന് ബന്ധപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊരു അനുകൂല ഘടകമാണ്, അള്ളാഹു കൊടുക്കുന്നൊരു അനുകൂല ഘടകമാണ്. അപ്പോൾ ഓരോ സ്ഥാപനങ്ങളുടെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള പണ്ഡിതന്മാരുടെ ചരിത്രം എല്ലാവർക്കും എല്ലാ സമയത്തും ആ ഭാഗ്യം ലഭിച്ചു കൊള്ളണം എന്നില്ല. സാധാരണ പറയാറുണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ ഒരു 5 മുതൽ 10 വരെയുള്ള വർഷങ്ങളായിരുന്നു സാധാരണഗതിയിൽ. കാരണം പിന്നെ വളരുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും ആദ്യത്തെ വർഷങ്ങളിൽ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. സംരംഭങ്ങൾ വളരും. അപ്പോൾ വളർച്ച കൂടുമ്പോൾ അതിന് ഫോർമാലിറ്റികൾ കൂടും, അതിൻ്റെ നൂലാമാലകൾ കൂടും, നിയമങ്ങൾ കൂടും, കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവും. ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ത്യാഗമനസ്ഥിതിയും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാവില്ല പിന്നെ വരുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെ സാധാരണഗതിയിൽ പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും, സ്ഥാപനങ്ങളാകട്ടെ എന്തും ആകട്ടെ, എന്ത് സംരംഭങ്ങളും ആദ്യകാലം ഒരു സുവർണ്ണ കാലഘട്ടമാണ്. എല്ലാവരും അതിൻ്റെ സീറോയിൽ നിന്ന് തുടങ്ങി അത് എങ്ങനെയാണ് തുടങ്ങി വന്നത് എന്നതിൻ്റെയൊക്കെ ത്യാഗവും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ച് വന്ന ആളുകളായതുകൊണ്ട് അതിൻ്റെ വില ആദ്യത്തെ ആളുകൾക്ക് അറിയാൻ കഴിയും. പക്ഷെ പിന്നെ വരുന്ന തലമുറയ്ക്ക് അത് ബോധ്യപ്പെട്ടു കൊള്ളണമെന്നില്ല. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അങ്ങനെ ലഭിച്ച ഒന്നായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹദീസ് പഠിക്കാൻ ഇമാം ഇറാഖിയെ പോലുള്ള ഹദീസിൽ അന്നത്തെ ഏറ്റവും തലമുതിർന്ന പണ്ഡിതൻ്റെ ശിഷ്യനാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മുത്തൂനുകളെ ഹിഫ്ലാക്കുക, ആ ഹിഫ്ലിൻ്റെ വിഷയത്തിൽ അവലംബിക്കുന്ന ഇമാം ഹൈസമിയെ പോലുള്ള പണ്ഡിതൻ അദ്ദേഹത്തിന് കിട്ടി. അറബി ഭാഷ അദ്ദേഹം ഇമാം മജ്ദു ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹി പഠിച്ചു. ഭാഷയിലെ അഗ്രഗണ്യനായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിന് നല്ല അധ്യാപകരെ കിട്ടി. അന്നത്തെ കാലത്തെ ഏറ്റവും നല്ല അധ്യാപകരെ തന്നെ അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് വലിയ അദ്ദേഹത്തിന് ലഭിച്ചൊരു അനുകൂല ഘടകമായി പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ സമയം അദ്ദേഹം കൃത്യമായി ഉപയോഗിച്ചു. അദ്ദേഹത്തിന് ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം അറിവ് തേടി. ഇടക്കാലത്ത് അദ്ദേഹത്തിന് ചെറിയൊരു സമയത്തേക്ക് ഒരു 4-5 വർഷം അദ്ദേഹം ഈ ഫീൽഡിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തു. അതായത് അദ്ദേഹം ആദ്യകാലത്ത് നേരത്തെ പറഞ്ഞ പോലെ ഖുർആനൊക്കെ ഹിഫ്ളാക്കി ഇങ്ങനെ പഠിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് 13-14 വയസ്സുള്ളപ്പോൾ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കെയർ ടേക്കർ ആയിരുന്ന സക്കിയുദ്ദീൻ അൽ ഖറൂബി എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചു. അപ്പോൾ തന്നെ നോക്കുന്ന തൻ്റെ കാര്യങ്ങളൊക്കെ പരിപാലിച്ചിരുന്ന ആ മനുഷ്യൻ മരിച്ചു. ഉമ്മയില്ല, നേരത്തെ യതീമാണ്. ആകെ നോക്കിയിരുന്നത് ഇദ്ദേഹമാണ്. ഇപ്പോൾ വേറൊരാളാണല്ലോ, സ്വന്തം ഏറ്റവും അടുത്ത കുടുംബക്കാരൻ പോലും അല്ല. അപ്പോൾ അദ്ദേഹം മരിച്ചപ്പോൾ കുറച്ച് വർഷം, ഒരു 4-5 വർഷത്തേക്ക് അദ്ദേഹത്തിന് പിന്തുണയ്ക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പഠന സ്ഥലത്തേക്ക് അധ്യാപകരെ തിരഞ്ഞ് പോകാനോ കൂടെ പിടിക്കാനോ ചേർത്ത് പിടിക്കാനോ ഒന്നും ആളില്ലാതായപ്പോൾ കുറച്ച് സമയത്തേക്ക് അദ്ദേഹം ഒരു പിന്തി നിൽക്കുന്നൊരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു 17-18 വയസ്സായപ്പോഴാണ് പിന്നെയും അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യപ്രകാരം വീണ്ടും ഇൽമിൻ്റെ മേഖലയിലേക്ക്, വിശിഷ്യ ഹദീസിൻ്റെ മേഖലയിലേക്ക് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നതും ഈ പറയുന്ന പോലെ ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന ഒരു വലിയ ബൃഹത്തായ ഗ്രന്ഥം എഴുതാൻ മാത്രമുള്ള വൈജ്ഞാനികമായ ശേഷി അദ്ദേഹം നേടിയെടുക്കുന്നതൊക്കെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്വന്തം പരിശ്രമം കൊണ്ടാണ്. ആദ്യകാലത്ത് അറബി ഭാഷയും അതുപോലെ തന്നെ ചരിത്രവും സാഹിത്യവും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് നാം നേരത്തെ പറഞ്ഞ പോലെ ഒരു 18-19 ആ ഒരു വയസ്സായപ്പോഴേക്കാണ് സ്വയം ഒരു തിരിച്ചറിവ് വന്ന് സ്വയം ജീവിതത്തിൽ പഠിക്കണം. ഇതുവരെയുള്ള ഒരു ഇടവേള വന്നല്ലോ, അതിൽ നിന്ന് മാറി വീണ്ടും ദീന് പഠിക്കണം, അറിവ് പഠിക്കണം എന്ന ചിന്ത സ്വയം വന്നതോടുകൂടി പിന്നെ അദ്ദേഹം ഇൽമുൽ ഹദീസുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങൾ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യപ്പെടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ താല്പര്യം നിക്ഷേപിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ഇത്ര ഒരു ഔത്സുക്യത്തോടു കൂടി ഹദീസ് പഠിക്കാനായി ഇറങ്ങിത്തിരിച്ചത് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. 12 വയസ്സ് പ്രായമായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ രക്ഷകർത്താവായിട്ടുള്ള സക്കിയുദ്ദീൻ അൽ ഖറൂബി അദ്ദേഹത്തെ കൊണ്ട് ഹജ്ജിന് പോയിട്ടുണ്ട്. ഹജ്ജ് ചെയ്തു. അതുപോലെ തന്നെ അന്ന് ഹറമിൽ പോയപ്പോൾ ഹറമിന് അവിടെ അവർ കുറച്ച് സമയം താമസിച്ചു. ആ വർഷം തറാവീഹ് നിസ്കാരത്തിന് ഹറമിൽ കുറേ ആളുകൾ തറാവീഹ് നിസ്കാരത്തിൽ ഇമാമ് നിൽക്കാൻ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം ചെന്ന് ഹാഫിളാണ്, ഖുർആൻ അറിയുന്ന ആളാണ്. അദ്ദേഹത്തിന് കുറച്ച് ആളുകൾക്ക് തറാവീഹിൽ ഇമാമായി നിൽക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് വിശുദ്ധ ഹറമിൽ, മസ്ജിദുൽ ഹറമിൽ വെച്ച് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കയിൽ അദ്ദേഹത്തെ അന്ന് പഠിക്കാൻ കഴിഞ്ഞ വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന് അന്ന് അവിടെ ഉണ്ടായിരുന്ന അഫീഫുദ്ദീൻ അൻ നഷാവരി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം ഹദീസ് പഠിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. സ്വഹീഹുൽ ബുഖാരിയുടെ ജീവിതത്തിൽ ആദ്യമായി സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു ഒട്ടുമുക്കാലും ഭാഗങ്ങൾ ആദ്യമായി അദ്ദേഹം വായിക്കുന്നത് അപ്പോഴാണ്. ആദ്യമായി സ്വഹീഹുൽ ബുഖാരി ഒരു ഒട്ടുമുക്കാലും നിന്നു അദ്ദേഹം ഈ പണ്ഡിതിൽ നിന്ന് പഠിച്ചു. സ്വഹീഹുൽ ബുഖാരി ആദ്യമായി അദ്ദേഹം പഠിക്കുന്നത് ഈ പറയുന്ന അഫീഫുദ്ദീൻ എന്ന് പറയുന്ന മക്കയിലെ ഈ പണ്ഡിതിൽ നിന്നാണ്. അതുപോലെ തന്നെ
ഷെയ്ഖ് ജമാലുദ്ദീൻ അബൂ ഹാമിദ് വഹീർ അൽ മക്കി എന്ന് പറയുന്ന പണ്ഡിതരിൽ നിന്ന് അദ്ദേഹം ഹദീസിൽ നിന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, ഫിഖ്ഹുൽ ഹദീസ്, ഹദീസിന്റെ ഫിഖ് എങ്ങനെയാണ് ഒരു ഹദീസിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയെടുക്കുക, അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഇസ്ലാമിക വിധി, ഇസ്ലാമിക അറിവുകൾ എങ്ങനെയാണ് അതിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുക്കുക എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഇതുപോലെ മക്കയിൽ നിന്നുള്ള ഈ പണ്ഡിതിൽ നിന്നായിരുന്നു മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ വേറെയും പല കാര്യങ്ങൾ, ഇമാം അബ്ദുൽ ഖനി അൽ മഖ്ദിസി റഹ്മത്തുള്ളാഹിയുടെ ഉംദത്തുൽ അഹ്കാം എന്ന കിതാബ് അദ്ദേഹം പഠിച്ചു. ഇതൊക്കെ ഈ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു ആഴമേറിയ പണ്ഡിതന്മാരുമായി ബന്ധപ്പെടാനൊക്കെ സാധിക്കുന്നത് ഈ മക്കയിലെത്തിയ ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. പിന്നെ അദ്ദേഹത്തെ കൊണ്ട് 786 ഹജ്ജൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഈ രക്ഷകർത്താവുള്ള സക്കിയുദ്ദീൻ അദ്ദേഹം തിരിച്ചു വന്നു. പിന്നെ നാട്ടിൽ പിന്നെയും അദ്ദേഹം പഠിക്കാനും കാര്യങ്ങൾ പല നാട്ടിൽ തന്നെയുള്ള മിസ്രിൽ തന്നെയുള്ള പണ്ഡിതന്മാരുടെ അടുത്ത് നിന്ന് പഠിക്കാൻ വേണ്ടി പോവുകയുണ്ടായി. ആ സമയത്താണ് നാം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കിതാബുകൾ ഹിഫ്ളാക്കുന്നതൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ഖുർആൻ അതിൻ്റെ ശരിയായ ഖിറാഅത്ത് അനുസരിച്ച് പണ്ഡിതന്മാരിൽ നിന്ന് ഓതിക്കൊടുക്കുന്നത്, അവരിൽ നിന്ന് ഖുർആൻ്റെ ഖിറാഅത്ത് ഔദ്യോഗികമായി പഠിക്കുന്നത് ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ്. ഹിജറ 787 ഹജ്ജ് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ രക്ഷാകർത്താവായിട്ടുള്ള സക്കിയുദ്ദീൻ അൽ ഖറൂബി അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സമയത്തേക്ക്, കുറച്ച് വർഷങ്ങളിലേക്ക് അദ്ദേഹത്തിന് പിന്തുണയ്ക്കാനോ അദ്ദേഹത്തിന് ചേർത്ത് പിടിക്കാനോ ആളുകൾ ആരുമില്ലാത്തത് കാരണം കുറച്ച് വർഷത്തേക്ക് അദ്ദേഹത്തിൻ്റെ പഠനം അങ്ങനെ മുടങ്ങിപ്പോയി. പൂർണ്ണമായി മുടങ്ങി എന്നല്ല, ഒരു ഉത്സാഹത്തോടു കൂടി മുൻപുണ്ടായിരുന്നത് പോലെ യാത്രകൾ ചെയ്യാനും അല്ലെങ്കിൽ ഉസ്താദുമാരുടെ അടുത്ത് പോകാനും അങ്ങനെ പഠിക്കാനും ഗ്രന്ഥങ്ങൾ വാങ്ങാനും ഗ്രന്ഥങ്ങൾ ഹിഫ്ളാക്കാനും മുൻപുണ്ടായിരുന്ന പോലെയുള്ളൊരു ഉന്മേഷം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. പിന്നെ ഒരു 17 വയസ്സിന് ശേഷമാണ് അദ്ദേഹം ആ ഒരു പഴയ ഉന്മേഷത്തിലേക്ക് തിരിച്ചു വരുന്നതും വിശേഷ ഹദീസിൻ്റെ മേഖലകളിൽ കൂടുതൽ പഠിക്കണം എന്ന ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അതിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ ഹാഫിദുൽ ഇറാഖി, ഹദീസിലെ വലിയ പണ്ഡിതരാണ് ഇമാം ഹാഫിദ് അൽ ഇറാഖി റഹ്മത്തുള്ളാഹി. 1000-ലധികം വരെയുള്ള അൽഫിയ എന്ന് പറയുന്ന ഹദീസിലെ അറിയപ്പെട്ട ഗ്രന്ഥം ഹാഫിദുൽ ഇറാഖിയുടേതാണ്. 10 വർഷം ഇമാം ഇറാഖിയുടെ ശിഷ്യനായിരുന്നു ഇബ്നു ഹജർ അസ്ഖലാനി. 10 വർഷം അന്നത്തെ കാലത്തെ ഹദീസിലെ ഏറ്റവും അഗ്രഗണ്യനായ ഒരു പണ്ഡിതന്റെ ശിഷ്യനാകാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിച്ചാൽ പിന്നെ അയാൾ പിന്നെ ആ ഹദീസ് എന്ന വിജ്ഞാനത്തെക്കുറിച്ച് പിന്നെ അയാൾ അതിൽ അഗ്രഗണ്യനാവുകയല്ലാതെ മറ്റെന്താണ് അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുക? സ്വാഭാവികമായി തന്നെ അദ്ദേഹം 10 വർഷത്തോളം ഇമാം ഇറാഖിയുടെ ശിഷ്യനായി അദ്ദേഹത്തിന് കൂടെ കൂടിയത് കൊണ്ട് തന്നെ ഹദീസിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേക, അത് പിന്നീട് ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന ഗ്രന്ഥം അത് അദ്ദേഹം ക്രോഡീകരിക്കുന്നതൊക്കെ വളരെ പണിപ്പെട്ടിട്ടാണ്. അങ്ങനെ ഒരു ഗ്രന്ഥം ക്രോഡീകരിക്കാനും എഴുതാനും ഒരുപാട് തവണ അത് എഡിറ്റ് ചെയ്യാനും ഒക്കെ പിന്നീട് അദ്ദേഹത്തിന് സാധിക്കുന്ന ഒരു വൈജ്ഞാനികമായ ഉന്നത നിലവാരത്തിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാനും കഴിയും. അന്നത്തെ പണ്ഡിതന്മാരെ പോലെ തന്നെ മുൻഗാമികളായ ഒരു കുറഞ്ഞ നൂറ്റാണ്ടുകൾക്ക് അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ നൂറ്റാണ്ട് വരെയുള്ള പണ്ഡിതന്മാരൊക്കെയും തന്നെ അറിവ് നേടാൻ യാത്രകൾ ചെയ്ത ആളുകളായിട്ടുണ്ട്. ഇന്ന് എല്ലാം നമുക്ക് നമ്മുടെ നാടുകളിൽ ഒരു പരിധിവരെ സ്ഥാപനങ്ങൾ അതുപോലെ ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നതുകൊണ്ട് നമുക്ക് അധികം യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടാകുന്നു. പക്ഷേ ഒരു നൂറ്റാണ്ട് തന്നെ പൂർണ്ണമായി തികയാണ്. അതിന് മുമ്പ് വരെയും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആളുകൾ അറിവ് നേടാൻ തമിഴ്നാട്ടിലേക്കുമൊക്കെ ആയിരുന്നു ഉന്നത വിദ്യാഭ്യാസത്തിന് പോയിരുന്നു. ഇവിടെ നിന്ന് ഒരാൾ പള്ളി ദർസിൽ ഇവിടെയുള്ള ചെറിയ ഉസ്താദ്മാരിൽ നിന്നൊക്കെ പഠിച്ചു. പിന്നെ അതിനപ്പുറമൊക്കെ പഠിക്കണമെങ്കിൽ വെല്ലൂരിൽ ബാഖിയാത്തു സ്വാലിഹാത്തിൽ പോയി ബാക്കവിയാകണം. അപ്പോൾ അവിടെ പോയാലാണ് ഇത് കിട്ടുക. എന്നാൽ എന്തിനേറെ പറയുന്നു, 1950-കളിൽ 60-കളിൽ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഇബാദത്തി എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കാൻ വേണ്ടി ലിസാനുൽ അറബ് എന്ന് പേരുള്ള അറബ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിക്ഷണറി, ലിസാനുൽ അറബ് എന്ന് നമ്മൾ ജാമിഅ ലൈബ്രറിയിലുണ്ട്, നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. ലിസാനുൽ അറബ് അറബി ഭാഷയിലെ ഏറ്റവും പ്രശസ്തമായ ഡിക്ഷണറിയാണ്. അപ്പോൾ ആ ഡിക്ഷണറി അദ്ദേഹം നോക്കുമ്പോൾ കേരളത്തിൽ ഒരു സ്ഥലത്തുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഇന്ന് ഡിക്ഷണറികൾ ഒരു ഡിക്ഷണറി എന്ത് പല ആപ്പുകളുണ്ട്. ഒരൊറ്റ ആപ്പിൽ തന്നെ 7-8 ഡിക്ഷണറികൾ ഒറ്റ സെർച്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ സെർച്ച് ചെയ്യുക, എന്നിട്ട് വേണ്ട ഡിക്ഷണറി ഏതാണെന്ന് നോക്കിയാൽ അത് നമുക്ക് കിട്ടും. ലിസാനുൽ അറബൊക്കെ വാളിലേക്ക് വരുന്ന ലിസാനുൽ അറബ് നമ്മുടെ ജാമിഅയിൽ ലൈബ്രറിയിലുണ്ട്. അന്ന് ലിസാനുൽ അറബ് എന്ന് പറഞ്ഞ ഒരു അറബി ഡിക്ഷണറി കേരളത്തിൽ എവിടെയില്ല. എന്നിട്ട് ഉമർ മൗലവി റഹ്മത്തുള്ളാഹി ഇബാദത്ത് എന്നുള്ള വാക്കിൻ്റെ ഒരൊറ്റ ആ വാക്കിനെ അർത്ഥം നോക്കാൻ വേണ്ടി അദ്ദേഹം വെല്ലൂർ, നമ്മൾ പറഞ്ഞ ബാഖിയാത്തു സ്വാലിഹാത്തിലേക്ക് പോയി. ഇവിടെ എത്ര കിലോമീറ്ററുകളുണ്ട് വെല്ലൂരിലേക്ക് പോകാൻ, തമിഴ്നാട്ടിലെ വെല്ലൂരിലെത്തണം. എന്നിട്ട് അവിടെ പോയി ലിസാനുൽ അറബ് നോക്കി റെഫർ ചെയ്തു ഇബാദത്തിന് അർത്ഥം, അദ്ദേഹം അവിടെ പോയി ആ പരിശ്രമമാണ്. അപ്പോൾ ഇതൊന്നും ഒരുപാട് കാലം മുമ്പൊന്നുമല്ല, വളരെ ചെറിയ കാലം വരെ അറിവ് നേടാൻ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത്രത്തോളം ത്യാഗങ്ങളും പരിശ്രമങ്ങളും ആ മേഖലയിൽ വേണ്ടി വന്നിരുന്നു. അത് പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ അതിനേക്കാൾ വർദ്ധിക്കുമെന്നല്ലാതെ അത് കുറയില്ലല്ലോ. മുൻഗാമികളുടെ കാലത്തേക്ക് പോകുമ്പോൾ യാത്രാ സൗകര്യങ്ങൾ കുറഞ്ഞ കാലത്ത്
ഇന്നത്തെ പോലെ ഓരോ പണ്ഡിതരും ജീവിക്കുന്ന പ്രദേശങ്ങൾ തേടി പിടിച്ചങ്ങോട്ട് ചെല്ലുക, അവരെക്കുറിച്ചുള്ള വാർത്തകൾ നമുക്ക് കിട്ടുക, അവരെഴുതിയ ഗ്രന്ഥങ്ങൾ വായിക്കാൻ കിട്ടുക, ഇതൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖുള്ള ആളുകൾക്കാണെന്ന് കിട്ടുക. ഒരു ഗ്രന്ഥം വാങ്ങാനുള്ള സാമ്പത്തിക ചെലവ് തന്നെ ഭീകരമായിരിക്കും. ആ പണ്ഡിതരുടെ അടുത്തേക്ക് യാത്ര പോകാൻ തന്നെ എന്ന് പറഞ്ഞാൽ ശരിയായ റോഡുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല രൂപത്തിലുള്ള യാത്രാമാർഗ്ഗങ്ങളോ ഒന്നും അക്കാലത്ത് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ എല്ലാ പണ്ഡിതന്മാരെയും പോലെ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയും നിരവധി യാത്രകൾ നടത്തിയിട്ടുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാരെന്ന് കേട്ടിട്ടുണ്ട്. ഈ ഹദീസ് പണ്ഡിതന്മാരുടെ യാത്രകൾക്ക് ചില പ്രത്യേകത ഉണ്ടാവും. സാധാരണ പണ്ഡിതന്മാർ യാത്ര ചെയ്യുന്ന, സാധാരണ ഒരു മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ ഉസ്താദ്മാരെ കാണും, പഠിക്കും, കാര്യങ്ങളും. പക്ഷെ ഹദീസ് പണ്ഡിതന്മാർ, സ്വഹാബിമാർ മുതലുള്ള ഹദീസ് പണ്ഡിതന്മാർ, സ്വഹാബിമാരിൽ മുതലുള്ള ഹദീസിനെ സ്നേഹിക്കുന്ന, ഹദീസിന് വേണ്ടി യാത്ര ചെയ്ത ആളുകൾ ഒരറിവ് കിട്ടുക എന്ന ഉദ്ദേശത്തിൽ മാത്രമല്ല യാത്ര ചെയ്യുന്നത്. ഒരു ഹദീസ് മനസ്സിലാക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല. ചിലപ്പോൾ ഹദീസ് കിട്ടിയിട്ടുണ്ടാവും ഇന്ന സനദിൽ, ഇപ്പോൾ ഒരു 4 ആളുണ്ടാവും ആ സനദിൽ. പക്ഷേ എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദ് ഇപ്പോൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും. അപ്പം ഞാൻ ആ ഉസ്താദിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ സനദിൽ എത്ര ആളായി മാറും? 4 എന്നുള്ളത് 3 ആളായി മാറും. അപ്പോൾ ആ സനദിൻ്റെ ശക്തി കൂടി. അപ്പോൾ അതിനു വേണ്ടി മാത്രം യാത്ര ചെയ്യും, ഏറ്റവും ഉയർന്ന സനദുകൾ കിട്ടാൻ. അത് ഇന്നും ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്, ഇന്നും ഉയർന്ന സനദുകൾ കിട്ടാൻ. ഇപ്പോൾ ഈ അടുത്തും ഉത്തരേന്ത്യയിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് അൽ ആദമി എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ മകനും വലിയ അസ്അദ് അൽ ആദമി ഹഫിദുല്ലാഹ് ഇവിടെ സന്ദർശിക്കുകയും ഇവിടുത്തെ പല വിദ്യാർത്ഥികളും ഇപ്പോൾ അവിടെ പഠിക്കുന്ന ബനാറസിലെ ജാമിയ സലഫിയിലെ അധ്യാപകനും അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന വാരികയുടെ വർഷങ്ങളോളമായി അതിൻ്റെ എഡിറ്ററുമൊക്കെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഉപ്പ ഇതുപോലെ മരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ന് ലോകത്ത് തന്നെ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ഉയർന്ന സനദുള്ള ആളായി, ഉയർന്ന സനദുള്ള ആൾ. അഥവാ അദ്ദേഹത്തിൻ്റെ സനദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതുന്ന സനദിൽ എണ്ണം കുറവായിരിക്കും. അപ്പോൾ അതിന് ആ സനദിന് ക്വാളിറ്റി കൂടും, കാരണം എണ്ണം കുറവാണെന്ന്. നമ്മളവിടെ സന്ദർശിക്കുന്ന സമയത്ത് മറ്റു പല പണ്ഡിതന്മാരിൽ നിന്നും നമുക്ക് സനദ് വാങ്ങാൻ കഴിഞ്ഞെങ്കിലും അദ്ദേഹം രോഗശയ്യയിലായിരുന്നപ്പോൾ കിടക്കുകയായിരുന്നുകൊണ്ട് വായിച്ചു കൊടുക്കാനും സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ കാണാനും ഒന്നും കഴിഞ്ഞില്ല. അദ്ദേഹം വളരെ കഴിഞ്ഞ കൊല്ലമോ മറ്റോ ആണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ ഉയർന്ന സനദ് എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു വേറെ പ്രത്യേകത. അതിനുവേണ്ടി മാത്രം യാത്ര ചെയ്യും. ഒരു ഹദീസ് കിട്ടും, അപ്പോൾ ഇന്ന സ്ഥലത്ത് അത് പോരാ. ചിലപ്പോൾ യാത്ര ചെയ്ത് 1 മാസം 2 മാസമൊക്കെ യാത്ര ചെയ്ത് ഷാമിലോ അല്ലെങ്കിൽ മിസിറിലോ അല്ലെങ്കിൽ ആഫ്രിക്കയിലോ എവിടെയാണോ പണ്ഡിതനുള്ളത് അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ 1 2 എൻ്റെ ഉസ്താദിൻ്റെ ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് കേട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മൾ തമ്മിലുള്ള ആ സനദിലെ കണ്ണികളുടെ എണ്ണം കുറയും. അതുകൊണ്ട് മിസ്റിൽ പോകാൻ കഴിയുന്ന സ്ഥലത്തൊക്കെയും ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി യാത്ര ചെയ്തു. കെയ്റോയിൽ, അതുപോലെ തന്നെ അലക്സാണ്ട്രിയയിൽ, മിസ്റിൽ തന്നെ ഒരുപാട് ഭാഗങ്ങളിൽ. യമനിൽ അദ്ദേഹം 2 പ്രാവശ്യം യമനിൽ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ ഹിജാസിൽ, മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന ഹജ്ജിനായും മറ്റും ഒക്കെ അദ്ദേഹം ഹിജാസിൽ പലതവണ ഹിജാസിൽ പോയിട്ടുണ്ട്. ഷാമിൽ, സിറിയയിൽ, ഡമസ്കസിൽ ഒക്കെ അദ്ദേഹം അറിവ് നേടുക എന്ന ഉദ്ദേശം മാത്രം, അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്തെ തലമുതിർന്ന പണ്ഡിതന്മാർ, അത് പ്രധാനമായി എണ്ണുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ സൈനുദ്ദീൻ ഇറാഖി അദ്ദേഹത്തിൻ്റെ ഉസ്താദാണ്. സിറാജുദ്ദീൻ ബുൽഖീനി അദ്ദേഹം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹിയുടെ ഉസ്താദാണ്. ഇബ്നുൽ മുലഖിൻ, വളരെ പ്രസിദ്ധരായ ഉസ്താദുമാരെ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഇബ്നുൽ മുലഖിൻ അദ്ദേഹത്തിൻ്റെ ഉസ്താദാണ്. അതുപോലെ തന്നെ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ ഹദീസ് പഠിച്ചു എന്ന് പറഞ്ഞ ഒരു ഉസ്താദയും ഉണ്ടായിരുന്നു. അശ്ശൈഖ ഫാത്തിമ ബിൻതുൽ മൻജ അത്തനൂഖിയ എന്നു പേരുള്ള വലിയ പണ്ഡിത. അവരിൽ നിന്ന് അദ്ദേഹം ഹദീസ് പഠിച്ചിട്ടുണ്ട്. അത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണെങ്കിൽ ഇസ്ലാമിക ലോകത്തെ അറിയപ്പെട്ട പണ്ഡിതന്മാർക്കൊക്കെയും അവർക്ക് വനിതാ രത്നങ്ങളായിരുന്ന ഉസ്താദമാരുണ്ടായിട്ടുണ്ട്. അതൊക്കെയും അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഹദീസിൻ്റെ വിഷയത്തിലാകാം, പല വിഷയങ്ങളിൽ. ഇപ്പോൾ ബഗ്ദാദിലെ ഖാദിമാർ, ബഗ്ദാദിൽ ഉള്ള ജഡ്ജിമാർ, ന്യായാധിപന്മാർ, അവരുടെ അടുത്ത് വരുന്ന അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിലെ കണക്കിലെന്തെങ്കിലും അവർക്കെന്തെങ്കിലും ഒരു വല്ല കെട്ടിക്കൊടുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇത് കണക്ക് കൂട്ടുമ്പോൾ ഫറായിദ്, അനന്തരാവകാശ നിയമം ഇങ്ങനെ കണക്ക് കൂട്ടി വരുമ്പോൾ അത് കണക്കുകളാണല്ലോ, അത് കൂട്ടി തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അവരത് കണക്ക് കൂട്ടി വരുമ്പോൾ പല ആളുകളുടെയും കണക്കിൻ്റെ നിലവാരം വ്യത്യസ്തമായിരിക്കുമല്ലോ. അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരവലംബിച്ചിരുന്നൊരു പണ്ഡിതയുണ്ട്, സുതൈത ബിൻതുൽ മഹാമിലി എന്നാണ് അവരുടെ പേര്, റഹിമഹുല്ലാഹ്. അവരൊരു വലിയ പണ്ഡിതയാണ് ചരിത്രത്തിൽ. അവർക്ക് അനന്തരാവകാശ നിയമം അറിയാവുന്നത് മാത്രമല്ല, അവർക്ക് ഈ മാത്തമെറ്റിക്സിലെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ, അതുപോലെ തന്നെ പീരിയോഡിക് ഫങ്ഷൻസ്, ഇതിലൊക്കെ അവരുടെ കഴിവുകൾ പ്രത്യേകം തന്നെ ചരിത്രം എഴുതിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും മാത്രമല്ല, അവർ ഖുർആൻ മുഴുവൻ ഹിഫ്ദാക്കിയ ആളായിരുന്നു. ഖുർആൻ ഒരു ഖിറാഅത്തല്ല, ഖുർആൻ്റെ 7 ഖിറാഅത്തുകളും ഹിഫ്ദാക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്ത ആളായിരുന്നു.
ഹദീസ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളായിരുന്നു. ഇമാം ഷാഫിഈ മദ്ഹബിലെ അറിയപ്പെട്ട പണ്ഡിതയുമായിരുന്നു. അങ്ങനെ നിരവധി മേഖലകളിൽ കഴിവ് തെളിയിച്ച ഇസ്ലാമിക ലോകത്തെ പണ്ഡിതകളും ഉണ്ട്. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിൽ അങ്ങനെ പല വനിതാരത്നങ്ങളും അദ്ദേഹത്തിന് ഉസ്താദമാരായിട്ട് കടന്നുപോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ സ്വാധീനം ചെലുത്തിയ അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരി സിത്തുർ റക്കബ് റഹിമഹുല്ലാ, അവരെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഉസ്താദയാണ് ഫാത്തിമ ബിൻതുൽ മൻജാ അത്തുനൂഖിയ എന്ന് പറയുന്ന ഒരു വനിതാരത്നം. അദ്ദേഹം പിന്നീട് അറിവ് നേടിയ പണ്ഡിതന്മാരുടെ ഒക്കെ, സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, അദ്ദേഹം അറിവ് പഠിച്ച ആളുകളുടെ ഒക്കെ പേരുകൾ അദ്ദേഹം ക്രോഡീകരിച്ചു. അദ്ദേഹം തന്നെ അതൊരു പുസ്തകമാക്കി. അൽ മജ്മഉൽ മുഅസ്സസ് ലിൽ മുഅ്ജമിൽ മുഫഹ്റസ്. അത് മുഫഹ്റസ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ്, ഇങ്ങനെ എണ്ണി പോവുക, ഓരോ വിഷയങ്ങൾ എന്താണെന്ന് പറഞ്ഞത് ഇങ്ങനെ പ്രതിപാദിച്ച് പോകുക. നമ്മളൊക്കെ ഒരു പുസ്തകം തുറന്നാൽ അതിൻ്റെ ആദ്യം കാണുന്ന സ്ഥലമുണ്ട്, അതാണ് ഫിഹ്റസ് എന്നൊക്കെ പറയും. അതായത് ലിസ്റ്റുകളായിരിക്കും ഇതിലുണ്ടാവുക. അപ്പോൾ അദ്ദേഹം അറിവ് നേടിയ പണ്ഡിതന്മാരെ ഇങ്ങനെ അറബി അക്ഷരമാല ക്രമത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി. 628 പണ്ഡിതന്മാരിൽ ഏകദേശം അദ്ദേഹം അന്നത്തെ കാലത്ത് യാത്രകൾ ചെയ്തതുപോലെ ഷാമിലും ഹിജാസിലും യമനിലും മിസ്റിൻ്റെ ഉള്ളിലുമൊക്കെ യാത്ര ചെയ്ത് അദ്ദേഹം പഠിച്ചതായി കാണാം. അതിൽ ഓരോ പണ്ഡിതന്മാരും നമ്മൾ വിശദീകരിക്കുന്നില്ല. പ്രധാനപ്പെട്ട പല പണ്ഡിതന്മാരുടെ പേരുകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അതിൽ പ്രത്യേകം തന്നെ ഖുർആൻ ഇന്ന പണ്ഡിതന്മാർ, ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ഇന്ന വിഷയങ്ങൾ പഠിച്ച പണ്ഡിതന്മാർ ഒക്കെ എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി.